മുഹമ്മദ് ബഷീറിനെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ NK ഉണ്ണി മണ്ഡലം പ്രസിഡന്റിനെ ഞാൻ ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ മുഹമ്മദ് ബഷീർ നമ്മുടെ യോഗത്തിലുണ്ട്. അദ്ദേഹത്തെ ആരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ആരാർപ്പണം ചെയ്യുന്നത് പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ള കുട്ടി സാഹിബാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ പ്രഭാഷകനായ അബ്ദുള്ള കുട്ടി സാഹിബിന് ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം നേതാവായ NK ഉണ്ണിയെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കലിനെ ആരമണിക്കുന്നതിന് വേണ്ടി ഗിരീഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യുവമോർച്ചയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഭിലാഷിനെ ആരമണിക്കുന്നതിന് വേണ്ടി TK സുബ്രഹ്മണ്യനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമ്മുടെ ഈ പരിപാടി ചെയ്യാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ NK ഉണ്ണികൃഷ്ണൻ, അഭിവന്ദ്യനായ K നാരായണ മാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ, ബഹുമാനപ്പെട്ട KK സുരേന്ദ്രൻ, ആദരണീയനായ PT ആലി ഹാജി, K ജയചന്ദ്ര മാസ്റ്റർ, പ്രിയപ്പെട്ട അനിൽകുമാർ, ഹുസൈൻ വരിക്കോട്ടിൽ, റിഷാദ് മൗലവി ഒതായി, ബഹുമാനപ്പെട്ട ബാദുഷ തങ്ങൾ, ദേവിദാസ് ഭരതൻ, അഭിവന്ദ്യനായ സത്താരാജി, പ്രിയപ്പെട്ട അഭിലാഷ്, യുവമോർച്ചയുടെ പ്രിയപ്പെട്ട നമ്മുടെ ഭാവി പ്രതീക്ഷയായിട്ടുള്ള അഭിലാഷ് ഉൾപ്പെടെ, ഹരിദാസൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇവിടെ സ്വാഗതം പറഞ്ഞ PP ചന്ദ്രൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്ന ജനനേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഉഴൂറിൽ വരാനും നിങ്ങളെല്ലാം കാണാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിന്ന് കൂടിയിരിക്കുന്ന പ്രധാന ഉദ്ദേശം ശബരിമല സംരക്ഷണ സദസ്സ് എന്ന ഒരു വൈകാരികമായ കൂട്ടായ്മയാണ്. ഏറ്റവും അവസാനം ശബരിമലയിൽ നിന്ന് പ്രത്യേക അന്വേഷണ കമ്മീഷന്റെ ടീമിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് വളരെ വ്യക്തമാണ്. ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ട മഹേഷ് കുമാറും മുരാരി ബാബുവും ഉണ്ണികൃഷ്ണ പോറ്റിയും മാത്രമല്ല, പഴയ വാസുവും
പത്മനാഭൻ ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റുമാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് സ്വർണം ചെമ്പാക്കിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവർ സമർപ്പിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ അതാണ് വ്യക്തമാക്കുന്നത്. ഈ ശബരിമല ശാസ്താവിനെ കൊള്ളയടിച്ചത് ഈ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി. അവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ഉണ്ണികൃഷ്ണൻ പീറയാണ്. ആ പീറയെ പോലുള്ള ആളുകൾ മാത്രമല്ല, ഇത് ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തിനേറെ പറയുന്നു, പിണറായി വിജയന്റെ മൗന സമ്മതമില്ലാതെ ഈ ഭയാനകമായ കൊള്ള നടക്കില്ല. ഞാൻ ആമുഖമായ ഒരു കാര്യം നിങ്ങളോട് പറയാം. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് കള്ളന്മാരുടെ സ്വന്തം നാടായി മാറും. അത് വേണോ വേണ്ടേ എന്ന് ഈ നാട്ടിലെ വിശ്വാസികൾ തീരുമാനിക്കട്ടെ. ഇന്നേക്ക് 5 വർഷം മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ BJPയിലേക്ക് വന്ന ഉടനെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ. അന്ന് പിണറായി വിജയന്റെ ആചാര ലംഘനത്തിന്റെ വിഷയങ്ങളായിരുന്ന ചർച്ച. ശബരിമലയിൽ പൊറോട്ടയും ബീഫും തിന്നിച്ച് ഫാത്തിമ റഹനമാരെ ബിന്ദു അമ്മണിമാരെ കയറ്റാൻ ഈ പിണറായി വിജയൻ ശ്രമിച്ചപ്പോൾ ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിലുണ്ടായിട്ടുള്ള വേദന എത്രയായിരുന്നു. അതിനെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട വിശ്വാസികളെ, തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇലക്ട്രോണിക് സെന്ററത്തിന്റെ മുമ്പിൽ നിന്ന് ശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയന്റെ നെഞ്ഞരപ്പര നോക്കി കുത്തിക്കൊടുക്കണം എന്ന് പ്രസംഗിച്ചു. എന്റെ പ്രസംഗമൊന്നും വിശ്വാസികൾ കണക്കിലെടുത്തില്ല. കുറെ പഹയന്മാരെ പിണറായി വോട്ട് ചെയ്ത്. അതായിരുന്നു നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി നമ്മൾ അധികം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ നാട്ടിലെ വിശ്വാസികൾ മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് പിണറായി വിജയന്റെ നിറന്തലക്ക് കുത്തിക്കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നു. രാഷ്ട്രീയം കലങ്ങി മറിയും, യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്: ശബരിമല ശാസ്താവിന്റെ ശാപം പിണറായി വിജയന് നല്ല കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും അവസാനം നമ്മുടെ കണ്ണൂരിലെ കൂത്തുപറമ്പിൽ ഒരു CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ രാജേഷിനെ പോലീസ് പിടിച്ചു. എന്തിനാ പിടിച്ചതെന്നറിയോ? അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ കൂടിയാണ് അദ്ദേഹം. 2 വീലറിൽ ചെന്ന് ഒരു വയോധികയുടെ മാല പൊട്ടിച്ച് കയ്യോടെ പിടിക്കപ്പെട്ട് പിണറായി വിജയന്റെ കോട്ടക്കൊത്തളത്തിൽ ഒരു LC മെമ്പർ ഇപ്പോൾ ജയിലിൽ കിടന്ന് ഗോതമ്പ ഉണ്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി, ഇത് അയ്യപ്പന്റെ ശാപ, നിങ്ങൾ അനുഭവിക്കും. പിണറായി വിജയന്റെ ഈ ശബരിമല നിന്നെ സംബന്ധിച്ച്, ശബരിമല കൊള്ളയെ സംബന്ധിച്ച് അതിശക്തമായ വികാരം നമ്മുടെ നാട്ടിൽ നുഴഞ്ഞുകൊണ്ടുകയാണ്. ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ 30 കൊല്ലത്തെ ഇടപാടുകൾ അന്വേഷിക്കണം. വലിയ കൊള്ള നടന്നിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. മന്ത്രി വാസവൻ രാജിവെക്കണം. മന്ത്രി വാസവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ രാഷ്ട്രപതി
ഈ പുണ്യ ശബരിമലയിൽ വന്ന് തൊഴാൻ വന്നപ്പോ ഈ മന്ത്രി അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓന്റെ കുമ്പ ചുരുട്ടി പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇവന് തൊഴുതുന്ന പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന സമയത്ത് കയറി നമ്മൾ അവിടെ നിസ്കരിക്കാതിരുന്നാൽ എത്ര വലിയ പ്രശ്നമായിരിക്കും. ഇദ്ദേഹം ആ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കേണ്ടതില്ല. അദ്ദേഹം ലേശം മാറി മതി. എടോ, താൻ നിരീശ്വരവാദിയാണ്, താൻ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. മിസ്റ്റർ വാസവൻ, നിങ്ങൾ MLA ആയപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദൈവത്തിന്റെ പേരിലല്ല സത്യപ്രതിജ്ഞ. ഞങ്ങൾക്കറിയാം നിങ്ങൾ നിരീശ്വരവാദികളാണ്, നിങ്ങൾ ദൈവനിഷേധികളാണ്. പക്ഷെ എന്തിനാണ് ഈ നാട്ടിലെ വിശ്വാസികൾ അപമാനിക്കുന്ന മുമ്പിൽ ശ്രീകോവിലിന്റെ അകത്ത് കയറി അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്ന് ഇങ്ങനെ മസിൽ പിടിച്ചു നിൽക്കുന്നത്? ഇവന്റെ ഒക്കെ കൈ നാളെ പൊങ്ങും. എന്തിനാണെന്നറിയോ? ഈ ക്ഷേത്രങ്ങളിലെ പൊന്നുമുതലും മോഷ്ടിക്കുന്നതിന് വേണ്ടി വരും. ആ കൈ വെട്ടിമാറ്റാതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ചിലർ പറയുന്നത് BJPയുടെ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആ മതത്തിൽപ്പെട്ടവരെ കൈകാര്യം ചെയ്യുന്നത് ഹിന്ദുക്കൾ ഒഴിച്ച്, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മതങ്ങളും അവരുടെ ക്ഷേത്രങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്നുണ്ട്. ഈ മഹാഭാരതം ഹിന്ദു മതത്തിന്റെ പുണ്യഭൂമിയാണ്. എന്നാൽ ഈ ഭാരതം മറ്റ് 3 മതങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. സിഖ് മതം, ജൈനമതം, ബുദ്ധമതം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 3 മതങ്ങളാണ് സെമിറ്റിക് മതങ്ങൾ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ജൂതമതവും. ആ 3 മതങ്ങളും ഒഴുകിയെത്തിയ നദികളായി ഒഴുകിയെത്തി ഈ മഹത്തായ ഭാരത സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന മണ്ണാണിത്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഇറാനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട സൗരാഷ്ട്രക്ക് അഭയം നൽകിയിട്ടുള്ള രാജ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മതങ്ങളുടെയും സംഗമ സംസ്കാരം ഈ നാട്ടിൽ ഹിന്ദു മതം ഒഴിച്ച് ബാക്കി എല്ലാവരും ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ മതവിശ്വാസികളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ സത്താറാജിയുടെ മഹല്ല് കമ്മിറ്റി ആ ജുമാഅത്ത് പള്ളിക്ക് ചുറ്റുമുള്ള ഒരു 100-400 കുടുംബങ്ങളാണ്, അവിടുത്തെ ജനങ്ങളാണ്, വിശ്വാസികളാണ് ആ പള്ളി ഭരിക്കുന്നത്, ആ മദ്രസ നടത്തുന്നത്, അവിടുത്തെ ദർസ് നടത്തുന്നത്. വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിശ്വാസികളുടെ ഭരണസമിതി പള്ളി ഭരിക്കുന്നു. ക്രൈസ്തവരുടെ ചർച്ചുകളോ ആ ഇടവകയിലെ ജനങ്ങളാണ് ഭരിക്കുന്നത്, വിശ്വാസികളാണ് ഭരിക്കുന്നത്. ഇതാണ് സിഖ് മതത്തിൽ, ജൈന മതത്തിൽ, സിഖ് മതത്തിൽ. എന്റെ ഹിന്ദുക്കൾക്ക് മാത്രം മറ്റൊരു നീതി? ഇത് വിശ്വാസത്തിന്റെ ചോദ്യമല്ല, ഇത് ജനാധിപത്യത്തിന്റെ ചോദ്യമാണ്. അതാണ് ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. നിങ്ങൾ നോക്കൂ, ഇതെന്തുകൊണ്ട് ഇങ്ങനെയായി? ഇങ്ങനെ ആയതിന് ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഈ ഹിന്ദു മതവിശ്വാസികൾ എന്ന് പറയുന്നത്, അവരുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് രത്നങ്ങളുടെയും സ്വർണങ്ങളുടെയും സമ്പത്തിന്റെയും വലിയ ഖജാനകളായിരുന്നു. പത്മനാഭ സ്വാമി ക്ഷേത്രം നിലവറ തുറന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എത്രയും പൊന്നും മുതലുമാണ് അവിടെ ഉള്ളത്. ഈ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്നത്തെ ദേവസ്വം നിയമത്തിന്റെ ഒരു ചെറിയ രൂപമുണ്ടായി, നിയമനിർമ്മാണം ഉണ്ടായി. ബ്രിട്ടീഷുകാരുടെ കുബുദ്ധിയിൽ ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ കുബുദ്ധിയിൽ ജനിച്ചതാണ് ഈ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിപ്പോ ഇന്നും തുടരുന്നു. ഈ പൊതുയോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോടും അമിത്ഷാജിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്,
ഈ രാജ്യത്തെ ഏറ്റവും ശക്തമായ നിരവധി നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാശ്മീരിന്റെ പ്രത്യേകാവകാശം എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇവിടെ വഖഫ് സ്വത്ത് കൊള്ളയടിക്കുന്ന ആ വിഭാഗത്തെ ഗവൺമെന്റ് നിയന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുന്ന അതിശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിനെ കുറിച്ച് നാം ഒരു മേശയ്ക്ക് ചുറ്റുമിലും ചർച്ച ചെയ്യണം. കേന്ദ്രവും സംസ്ഥാനങ്ങളും ചർച്ച ചെയ്യണം. എന്നിട്ട് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം. വിശ്വാസികൾക്ക് വിട്ടുകൊടുത്താൽ മാത്രമേ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഈ ധർണാ സമ്മേളനത്തിന് മുമ്പിൽ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ആശയം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഇർഷാദ് മൗലവി വിശദമായി ഇന്നത്തെ വർത്തമാന രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറയുന്നത് കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറിയെന്നാണ്. മിസ്റ്റർ പിണറായി, നിങ്ങൾ ഒരു ദാരിദ്ര്യവും അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 25 കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തിച്ചത്. നരേന്ദ്രമോദി സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തു, സൗജന്യമായി കുടിവെള്ളം കൊടുത്ത്, സൗജന്യമായി 35 കിലോ ധാന്യങ്ങൾ കൊടുത്ത് ഈ നാട്ടിലെ പട്ടിണി അവസാനിപ്പിച്ച് വേൾഡ് ബാങ്കിന്റെ പോലും പ്രശംസ നേടിയെടുത്ത വിധത്തിൽ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തിച്ച മഹാനായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അതിന്റെ ചെറിയ കാറ്റ് കേരളത്തിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് പട്ടിണിയൊക്കെ ഇവിടെയും മാറിയിട്ടുണ്ട്. ഇതിൽ പിണറായിക്ക്, ഈ ദാരിദ്ര്യം അവസാനിപ്പിച്ചതിൽ പിണറായിക്ക് ഒരു പങ്കുമില്ല. മിസ്റ്റർ പിണറായി, നിങ്ങൾക്ക് ഒന്നിലേ പങ്കുള്ളൂ. എന്താണെന്നറിയോ? നിങ്ങൾ 2 മക്കളെ അതിസമ്പന്നരാക്കിയിട്ടുണ്ട്. തന്റെ മോനെയും മോളെയും അതിസമ്പന്നരാക്കിയിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ. ഈ കേരളത്തിലെ ദാരിദ്ര്യം ഇന്ന് കാണുന്ന വിധത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ അല്പം പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പല സൗജന്യ സ്കീമുകളാണ് എന്ന് മനസ്സിലാക്കുക. വിശേഷിച്ച് സൗജന്യമായി റേഷൻ നൽകുന്നു. നമ്മുടെ കൊറോണയ്ക്ക് ശേഷം സൗജന്യമായി 82 കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നു. അതുകൊണ്ട് ആളുകൾ പട്ടിണിയില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മുടെ രാജ്യം പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഒരു പങ്കുമില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഈ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്ന വേണ്ടി CPIയും CPMും ഒരു നാടകം കളിച്ചു, PM ശ്രീ പദ്ധതിയുടെ പേരിൽ. ആ നാടകത്തിലെ വില്ലൻ പിണറായി വിജയൻ, ആ നാടകത്തിലെ നായകൻ നമ്മുടെ ബിനോയ് വിശ്വം സഖാവ്, അതിലെ ഹാസ്യ കഥാപാത്രം നമ്മുടെ ശവംകുട്ടി മന്ത്രി ശവംകുട്ടിയാണ് ഹാസ്യ കഥാപാത്രം. എന്തിനാണ് ഈ നാടകം കളിച്ചത്? PM ശ്രീയിൽ ഒപ്പിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, തർക്കങ്ങൾ ഉണ്ടാക്കി, അവരുടെ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നില്ല, മന്ത്രിസഭയിൽ രാജിവെക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ നാടകം കളിച്ചത് ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ പിണറായി വിജയനോടും കൂട്ടരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാടകം KPSCയെ കൊണ്ട് കളിപ്പിച്ചാൽ എല്ലാ അക്കാദമി അവാർഡും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഈ നാടകം കൊണ്ടൊന്നും ശബരിമല ശാസ്താവിനെ നിങ്ങൾ വേദനിപ്പിച്ചതിന്റെ ഇവിടുത്തെ വിശ്വാസികളുടെ മനസ്സിലുണ്ടായിട്ടുള്ള മുറിവ് അത് ഉണങ്ങില്ല, അവർ മറക്കില്ല, അവർ പൊറുക്കില്ല എന്നാണ് CPIയോടും CPMനോടും ഞങ്ങൾക്ക് പറയാം. ഈ CPIക്കാരെ കുറിച്ച് ഇവിടെ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വലിയ ചർച്ച എന്താണെന്നറിയോ? ഈ ബിനോയ് വിശ്വമൊക്കെ വലിയ ആദർശത്തിന്റെ ആൾമാരാണ്, മണ്ണാങ്കട്ടയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി
അടിയന്തരാവസ്ഥയാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ കേരളത്തിൽ ഏറ്റവും സുഖിച്ച് ജീവിച്ചവൻ ആരാന്ന് പറഞ്ഞാൽ ഈ ബിനോയ് വിശ്വാണ്. അന്ന് ഇദ്ദേഹത്തിന്റെ സുഖവാസ കേന്ദ്രം സോവിയറ്റ് റഷ്യയിലായിരുന്നു, കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. അന്ന് CPI അടിയന്തരാവസ്ഥ പിന്തുണ നൽകിയവരാണ്. അന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുമ്പിൽ ഒരു പെൺഹേറ്ററെ പോലെ ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ആ ഇന്ദിരാഗാന്ധിയെ പിടിച്ചുകെട്ടി ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ രൂപമായിട്ടുള്ള ജനസംഘമാണ് എന്ന് അഭിമാനത്തോടു കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കൊരു ആദർശമില്ല ബിനോയ് വിശ്വത്തിന്. ഇത് വെറുതെ നാടകം കളിക്കായിരുന്നു. PMC യെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. PMC പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിയിട്ട് എന്റെ കണ്ണൂർ ജില്ലയിൽ ഒരു പോണ്ടിച്ചേരി പ്രദേശമുണ്ട്, കൊച്ചു മാഹി, മയ്യഴിപ്പുഴയുടെ തീരത്ത്. അവിടുത്തെ 4 സ്കൂളില് PMC പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 3 കൊല്ലമായിട്ട്. ആ സ്കൂളുകൾ നിങ്ങൾ കാണണം, അവിടുത്തെ ടോയ്ലറ്റ് കാണണം. എന്റെ മോള് സ്കൂളിൽ പോയി വന്നാൽ പറയും, പപ്പ ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല. നമ്മുടെ പെൺകുട്ടികളൊന്ന് സ്കൂളിൽ പോയാൽ മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകാറില്ല. അവർക്കെല്ലാം മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ നാടാണ് കേരളം. നിങ്ങളവിടെ മാഹിയിലെ സ്കൂളിലെ കുട്ടികളെ ടോയ്ലറ്റ് പോയി നോക്കൂ. ആ സ്കൂളിൽ കുടിവെള്ളമുണ്ട്. ആ സ്കൂളിൽ എല്ലാ ക്ലാസ് മുറിയിലും നല്ല വയറിങ്, നല്ല ഫാന്, പൂന്തോട്ടം, കളിക്കളം, അതിമനോഹരമായിട്ട് ഒരു 5 സ്റ്റാർ സ്കൂൾ പോലെ മാഹിയിലെ PMC സ്കൂളുകൾ മാറിയിരിക്കുന്നു. ഉസ്മാനിയ സ്കൂൾ ഉൾപ്പെടെ നമ്മുടെ മാഹിയിലെ പോണ്ടിച്ചേരിയിലെ സ്കൂളുകളിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കേരളത്തിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ. ഇന്ന് ഞങ്ങള് സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂട്ടായിലെ മൗലാന സ്കൂളിന്റെ മാനേജറെ കണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ, അബ്ദുള്ള കുട്ടി എങ്ങനെയെങ്കിലും മോദിനെ സ്വാധീനിച്ചിട്ട് ഞങ്ങളുടെ സ്കൂളിലൊന്ന് PMCയിൽ ഉൾപ്പെടുത്തി തരുമെന്ന്. മുസ്ലിം ലീഗുകാർ കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സുകാർ ബഹുളം കോൺഗ്രസ്സുകാർ കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുന്നത്, എത്രയോ വർഷമായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്ത് സ്കൂളിൽ നടത്തുന്ന ഒരു മാനേജറുടെ ഉള്ളിന്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള പ്രകടനമാണ് എന്നോട് ഞങ്ങളുടെ നടത്തി പങ്കുവെച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നല്ല 5 നക്ഷത്ര സ്കൂൾ ക്യാമ്പസുകൾ സൃഷ്ടിക്കാൻ പറ്റുന്ന PMC പദ്ധതിയെ ഇവർ കളിയാക്കാണ്. ഇവരെന്താ പറയുന്നറിയോ, കാവ്യവൽക്കരണം. എന്ത് കാവ്യവൽക്കരണം? നമ്മുടെ നാട്ടിലെ മാഹിയില് 3 കൊല്ലമായി പഠിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെ CBSE സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് ആണ്. ഒരു കാവ്യവൽക്കരണവും ഇല്ല. പക്ഷേ നമ്മുടെ സിലബസിൽ, ചരിത്ര പുസ്തകത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഈ ദേശീയ മുസ്ലിമിനെ പോലത്തെ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചത് അക്ബർ ഗ്രേറ്റ്, അലക്സാണ്ടർ ഗ്രേറ്റ്, ഇതൊക്കെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ശിവജി ഗ്രേറ്റ് ആണ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. മാർത്താണ്ഡവർമ്മ ഗ്രേറ്റ് ആണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ തെറ്റായ ചില പഠനങ്ങൾ ചരിത്രത്തിൽ ഉണ്ട് എന്നുള്ളത്, ഇത് സംബന്ധിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് എക്സ്പേർട്ടിന് വിട്ടുകൊടുക്കാം. നമ്മുടെ NCERT സിലബസ് ഉണ്ടാക്കുന്ന വിദഗ്ധർക്ക് വിട്ടുകൊടുക്കാം. പക്ഷേ കാവ്യവൽക്കരണമൊന്നുമില്ല. എന്താ മാറ്റം എന്നറിയോ? വളരെ പ്രായോഗികമാണ്. നമ്മുടെ സ്കൂൾ ക്ലാസ് മുറിയെ കരിയറുമായി ബന്ധിപ്പിക്കുന്നു. 11 വയസ്സായ നമ്മുടെ കുട്ടിയുണ്ടല്ല, സ്കൂളിൽ നിന്ന് എവിടെ പോകണം? ഇന്റേൺഷിപ്പിന് പോകണം. ഇന്റേൺഷിപ്പ് എന്ന് 5 കൊല്ലം BA-ക്കും അതുപോലെ തന്നെ കോളേജിലും പിന്നീട് LLB-ക്കും പഠിച്ച എന്നെ പോലുള്ള വിദ്യാർത്ഥി നേതാക്കൾ ഇന്റേൺഷിപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇന്റേൺഷിപ്പ് ഇല്ല. ഇന്ന് കോളേജിലൊക്കെ ഇന്റേൺഷിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ സ്കൂളുകൾ ഇന്റേൺഷിപ്പ് വരാൻ പോകുന്നു. 11 വയസ്സുള്ള കുട്ടി തൊട്ടടുത്ത വർക്ക്ഷോപ്പ് പോയി പഠിക്കണം. ആ കുട്ടിക്ക് മത്സ്യം വെക്കുന്ന ഇഷ്ടമെങ്കിൽ
അതാ ആ മത്സ്യമാർക്കറ്റ് പോയി എങ്ങനെയാണ് മത്സ്യം വെക്കുന്നത് പഠിക്കണം. അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനത്തിലാണെങ്കിൽ ഓരോ ചെറിയ ചെറുകിട സ്ഥാപനങ്ങളിൽ പരിശീലനത്തിലയക്കുന്ന ഒരു പരിഷ്കാരം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്നു. ഇതിനെങ്ങനെയാണ് കാവ്യവൽക്കരണം എന്ന് പറയാൻ സാധിക്കുക? ഞാൻ PMCയുടെ മറ്റു വിശദാംശങ്ങളെ കടന്നു പോകുന്നില്ല. പക്ഷേ പിണറായി വിജയനോടും കൂട്ടരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നും ചരിത്രപരമായ വിഡ്ഢിത്തം മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. പണ്ട് കമ്പ്യൂട്ടർ എതിർത്തു. കമ്പ്യൂട്ടറിനെ കുറിച്ച് ചിന്താവാരികയിൽ ഒരു ലേഖനത്തിന്റെ തലക്കെട്ടെന്തായിരുന്നറിയോ? കമ്പ്യൂട്ടർ വൽക്കരണം ഇന്ത്യ നാശത്തിലേക്ക് എന്ന് ലേഖനം എഴുതിയവന്മാരായിരുന്നു. ഇവര് ട്രാക്ടറിനെ എതിർത്തു, നാഷണൽ ഹൈവേ എതിർത്തു. നാഷണൽ ഹൈവേ 4 വരി ഉണ്ടാക്കും, 6 വരി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോൾ സഖാവ് അച്യുതാനന്ദൻ ചോദിച്ചത്, എങ്ങനെയാണ് നമ്മുടെ നാരായണേടത്തി പശുവിനെ മേയ്ക്കാൻ റോഡ് മുറിച്ച് കിടക്കുക? ഇതൊക്കെയായിരുന്നു ചോദ്യം. ഇങ്ങനെ കേരളത്തിലെ വികസനത്തെ കൊഞ്ഞനം കാട്ടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് PMC എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവ നയത്തെ കൊഞ്ഞനം കാട്ടുകയാണ്. ഇവർ അനുഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരള രാഷ്ട്രീയത്തിൽ ഒരു നല്ല മാറ്റം നമുക്ക് ആവശ്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ നല്ലൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന നേതൃത്വത്തിൽ മാറാത്തതിന് മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത്. മാറാത്തതിന് മാറും, അതിന് തെളിവ് തുടങ്ങി. ഇപ്പൊ ഇവിടെ നമ്മുടെ വേദിയിൽ വെച്ച് BJPയിലേക്ക് കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ബഷീർ സാഹിബിനെ പോലുള്ള കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഏകദേശം 8500 ആളുകളാണ് BJPയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിൽ പകുതി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്, പകുതി ആളുകൾ കോൺഗ്രസിൽ നിന്നാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അസീസ് കുറുവയും അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടിയൊക്കെ മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ കൂടെ വന്നു. ഇത് പരസ്യമായി BJPയിലേക്ക് വന്നവരുടെ കണക്കാണ് അവിടെ പറഞ്ഞത്. എന്നാൽ രഹസ്യമായി അതിനും എത്രയോ 10 മടങ്ങ് ആളുകൾ മനസ്സുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം, നരേന്ദ്രമോദിയുടെ അഴിമതിയില്ലാത്ത രാഷ്ട്രീയം. ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ട് കഴിഞ്ഞ 3 കൊല്ലം പ്രവർത്തിക്കുക. ഞാൻ ഹജ്ജിന്റെ ചെയർമാനായി പോകുമ്പോൾ ബോംബെ ഹജ്ജ് ഓഫീസിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കമ്മീഷനടി കേന്ദ്രമാണ്, ഒരു തട്ടിപ്പ് കേന്ദ്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടുന്ന് പോകുന്ന ഹജ്ജിമാർ 1,75,000 ആള് പോകും. എല്ലാവർക്കും 2 സൂട്ട്കേസ്, 2 പുതപ്പ്, ഒരു കൊട. ഞാൻ വിചാരിച്ചത് സൗജന്യമായി കൊടുക്കുന്ന അല്ല, അത് ഹാജിമാരിൽ നിന്ന് കാശ് വാങ്ങി ഹജ്ജ് കമ്മിറ്റി ഇത് വാങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് ബോംബെയിൽ നിന്ന് ബാഗുമായിട്ട് ഇന്ത്യയിലെല്ലോ എംബാർക്കേഷൻ പോയിന്റിലും വാഹനത്തെ കൊണ്ടു കൊടുക്കണം. എത്ര വലിയ ദേശീയ നഷ്ടമാണ്. നോക്കുമ്പോൾ അതിന്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിക്കുകയായിരുന്നു പലരും. ഹജ്ജ് കമ്മിറ്റിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ, പ്രമാണിമാർ. നിങ്ങളറിയോ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കാലത്ത് ഹജ്ജ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൊള്ള സംഘമായിരുന്നു. ആ കൊള്ള അവസാനിപ്പിച്ച് ഞങ്ങൾ തീരുമാനിച്ചു 3.5 ലക്ഷത്തിന് ഹജ്ജ് പോകുന്നവർക്ക് സ്വന്തമായി കൊട വാങ്ങാൻ അറിയാം, സ്വന്തമായി ബാഗ് വാങ്ങാൻ അറിയാം, സ്വന്തമായി പുതപ്പ് വാങ്ങാൻ അറിയാം. ഇന്ത്യ ഇമാതിരി കച്ചവടവും കമ്മീഷനും ഇനി വേണ്ടട എന്ന് തീരുമാനിച്ച നരേന്ദ്രമോദിയുടെ ശിഷ്യനാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണ് ഓരോ മേഖലയിലും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് അഴിമതിയാണ്. അത് ക്യാൻസറാണ്. അതിൽ നിന്നൊരു 11 കൊല്ലമായി നമുക്ക് മോചനം നേടി, പൂർണ്ണമായും നേടി എന്നല്ല പറയുന്നത്. പക്ഷെ ഭരണരംഗത്ത് മന്ത്രിമാർ, കേന്ദ്ര മന്ത്രിമാർക്കെതിരെ ഒരു വിമർശനം, കടുത്ത ശത്രുവായിട്ടുള്ള BJPയുടെ കടുത്ത ശത്രുവായിട്ടുള്ള രാജ്യദ്രോഹി രാഹുൽ ഗാന്ധിക്ക് പോലും അഴിമതിയുടെ പ്രശ്നം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല. അത്ര ക്ലിയറാണ്. അതുപോലെ തന്നെ വികസന രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി കൊണ്ടുവന്ന
പലതും നമുക്ക് മനസ്സിൽ ഓർമ്മ വരും. എൻ്റെ രക്ഷിതാക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ആളുകളെല്ലാം ടൂറിന് പോകാൻ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരു കാലമാണ്. മക്കളെയും കൂട്ടി ഭാര്യനെയും കൂട്ടി, മാത്രമല്ല കുട്ടികളെല്ലാം കെട്ടിച്ച് വീട്ടിൽ നിന്ന് ഭർത്താവിനെ വീടേൽപ്പിച്ച് പെണ്ണുങ്ങന്മാരുടെ ടീം ഒറ്റക്ക് കാശ്മീരിൽ ടൂറിന് പോകുന്നത് ഞാൻ ഈ കുഞ്ഞി കണ്ണോട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയേണ്ടത്, ഇനി നിങ്ങൾ ടൂറിന് പോകേണ്ടത് ഡൽഹിയിൽ താജ്മഹൽ കാണാനല്ല, നിങ്ങൾ മുംബൈയിൽ പോകണം. നരേന്ദ്രമോദി കടലിനടിയിൽ കൂടി 6 വരി പാത ഉണ്ടാക്കിയിരിക്കുന്നു, 2.5 കിലോമീറ്റർ. വികസന രംഗത്ത് മഹാവിപ്ലവമാണ്. നിങ്ങൾ ഹിമാചൽ പ്രദേശത്തിൽ ചെല്ലണം, അവിടെ അടൽ ടണൽ 9 കിലോമീറ്റർ, ഏഷ്യയിലെ ഏറ്റവും വലിയ ടണൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി വികസന രംഗത്ത് നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള ഫോണ് നിങ്ങളുടെ പേഴ്സാണ്, നിങ്ങളുടെ ബാങ്കാണ്, നിങ്ങളുടെ ഷോപ്പിംഗ് മാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണിനെ പേഴ്സാക്കി മാറ്റിയ, നിങ്ങൾ മൊബൈൽ ഫോണിനെ ബാങ്കാക്കി മാറ്റിയ, നിങ്ങൾ മൊബൈൽ ഫോണിനെ ഷോപ്പിംഗ് മാളാക്കി മാറ്റിയ ഡിജിറ്റൽ വിപ്ലവത്തെ കുറിച്ച് നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചിദംബരത്തെപ്പോൾ കൊഞ്ഞനം കാട്ടി. കോൺഗ്രസിന്റെ നേതാവ് ചിദംബരം അങ്ങ് ഹാർവാർഡിൽ പോയി പഠിച്ച വലിയ ബുദ്ധിജീവിയാ. എന്നിട്ട് പാർലമെന്റ് ചോദിച്ചു, മിസ്റ്റർ മോദിജി, നമ്മുടെ കുട്ടികളെ എങ്ങനെ ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടോ, എങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യും, നമ്മുടെ ആളുകൾ എങ്ങനെ QR കോഡ് അതിന്റെ ഡിവൈസ് ഉണ്ടോ, എങ്ങനെ പച്ചക്കറി വാങ്ങും, എങ്ങനെ നമ്മുടെ തട്ടുകടയിൽ ഈ ഡിജിറ്റൽ സംവിധാനം എങ്ങനെ വരും എന്നൊക്കെ അദ്ദേഹം പാർലമെന്റിൽ അതിമനോഹരമായ ഇംഗ്ലീഷ് ചോദിച്ചു. നരേന്ദ്രമോദി എന്താണെന്ന് ഇന്ന് നിങ്ങൾ അറിയുമോ? ഇന്ത്യയിലെ 92 കോടി ജനങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഓൺലൈനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സൗകര്യമുള്ള രാജ്യമായി, ഏറ്റവും ചീപ്പായിട്ടുള്ള ഡിജിറ്റൽ സൗകര്യമുള്ള രാജ്യമായി ഇന്ത്യ മാറി. 24 ലക്ഷം കോടിയാണ് ഈ അടുത്ത ദിവസം നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ. അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും നേതാക്കൾ വന്ന് നരേന്ദ്രമോദിക്കൊപ്പം നമ്മുടെ ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിൽ തെരുവുകളിൽ ചെന്ന് QR കോഡ് വഴി സാധനം വാങ്ങിയിട്ട് ഈ അത്ഭുത ഡിജിറ്റൽ വിപ്ലവത്തെ കുറിച്ച് പഠിച്ചു. ഇതാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനമായാലും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ എല്ലാ മേഖലയിലും ഡിജിറ്റൽ വികസനമായാലും ഈ രാജ്യത്തെ വിപ്ലവകരമായി മുന്നോട്ട് നയിക്കുകയാണ്. ഇന്ത്യ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു വികസന മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഒരു 10-17 വർഷം മുമ്പ് ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി, അന്ന് അദ്ദേഹം കണ്ണൂരിലെ പാർലമെന്റ് മെമ്പറായിരുന്നു. ആ ചെറുപ്പക്കാരൻ തന്നെ ഒരു ബോധോദയം ഉണ്ടായതുപോലെ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, വികസനത്തെ കുറിച്ച് പഠിക്കാൻ ഗുജറാത്ത് കണ്ടു പഠിക്കണം, നരേന്ദ്രമോദിയെ കണ്ടു പഠിക്കണം എന്ന് പ്രസംഗിച്ച ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അയാളാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ഈ പിണറായി വിജയൻ കൂട്ടരും എന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പടിയടച്ച പിണ്ടം വെച്ചു. ഏതോ മുൻജന്മ സുഹൃത്തമായിരിക്കും പിണറായി വിജയന്റെ നല്ല തീരുമാനം. അതുകൊണ്ട് ഞാനും ഈ കോലത്തിലായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദിയുടെ വികസനത്തെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിലെ പാർലമെന്റ് മെമ്പർ ആയതുകൊണ്ട് മാത്രം കണ്ണൂരിലെ കിണറ്റിലെ തവളെ പോലെ ജീവിച്ച എന്നെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇന്ത്യ കാണാൻ സാധിച്ചു. അങ്ങനെ ഗുജറാത്ത് കണ്ടപ്പോൾ നരേന്ദ്രമോദി കൊണ്ടുവന്ന റോഡ് വികസനം, അവിടുത്തെ പോർട്ട് വികസനം, എയർപോർട്ട് വികസനം, ഇൻഡസ്ട്രിയലൈസേഷൻ സർവോപരി നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി ആ സംസ്ഥാനത്തെ മാറ്റി. എന്നാൽ കേരളത്തിലെ അവസ്ഥ എന്താണ്? വളരെ ദയനീയമാണ്. ഇന്ന് കേരളം 6 ലക്ഷം കോടി കടക്കണിയിൽപ്പെട്ടിരിക്കുന്നു. LDF-ഉം UDF-ഉം ഭരിച്ച് കേരളത്തിലെ മുച്ചൂട് നശിപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ പുതിയ ശക്തി ഉയർന്നു വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്ന പഞ്ചായത്ത്
മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നല്ല ധൈര്യത്തിൽ നിങ്ങൾ വീടുകളിലേക്ക് ചെന്നോളൂ, ഗൃഹസമ്പർക്കം നടത്തിക്കൊള്ളൂ, യാതൊരു ബേജാറും വേണ്ട. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, CPM-ന്റെ ജാതിയിൽ പോകുന്നവർ പോലും നമുക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? BJP ജയിക്കുന്ന പാർട്ടിയല്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ BJP ജയിക്കുന്ന പാർട്ടിയാണ് എന്ന് സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി മനസ്സിലാക്കിയിരിക്കുന്നു. 22 നിയമസഭാ മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്തിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് ഞെക്കിപ്പിടിച്ചാൽ കേരളത്തിൽ നമുക്ക് ജയിച്ചു വരാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്, ജയ് ബോലോ ഭാരത്.